നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA മലയാളം ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാഷാശാസ്ത്ര പഠനം എന്ന് പറയുന്ന പേപ്പറിലെ ബ്ലോക്ക് 1 ചരിത്രാത്മക ഭാഷാശാസ്ത്രം, അതിലെ യൂണിറ്റ് 1 ഭാഷാ പഠനം എന്ന് പറയുന്ന പാഠഭാഗത്തെയാണ്. നമുക്കറിയാം, ഭാഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. നമുക്ക് എന്താ പറയാ, ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഭാഷയിൽ ഭാഷ തന്നെ പലതരം ഉണ്ട്. നമ്മുടെ തനതായിട്ടുള്ള ഭാഷയുണ്ട്, എഴുത്ത് ഭാഷ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഷ നമുക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒന്നാണ്. ഭാഷയുടെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ആശയവിനിമയമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഭാഷ വെറും ഒരു ആശയ ഉപാധി മാത്രമാണെന്ന് പണ്ട് കാലം മുതലേ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്നതാണ്. മനുഷ്യരെ ഒരു സാംസ്കാരിക ജീവിയാക്കി മാറ്റുന്നതില് ഭാഷ വഹിച്ച പങ്ക് വലുതാണ്. അതിവിടെ പറയുന്നുണ്ട്. നമ്മുടെ സംസാരത്തില്, അതായത് സംസാരത്തിനനുസരിച്ച് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? അളക്കുന്നുണ്ട് ആ സംസാര രീതിക്ക് അനുസരിച്ച്. ഭാഷയ്ക്ക് എന്താണ്? വാമൊഴി എന്നും അതുപോലെ തന്നെ വരമൊഴി എന്നും പറഞ്ഞിട്ട് 2 വിഭാഗങ്ങളാണുള്ളത്. ഇതില് വാമൊഴിയാണ് പ്രധാനം. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ വാമൊഴിയാണ്. എഴുത്ത് ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വാമൊഴിയായിട്ടുള്ള സംസാര ഭാഷ മാത്രമാണ്. എല്ലാ ജീവി സമൂഹങ്ങളിലും ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് അവരുടേതായിട്ടുള്ള വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ശബ്ദ സന്ദേശങ്ങളെ അർത്ഥയുക്തമാക്കി ഉപയോഗിക്കുന്നതിൽ മനുഷ്യ ഭാഷയേക്കാൾ പരിമിതമായ സാധ്യതകളെ അവയ്ക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആംഗ്യ ഭാഷയുടെ കാര്യവും ഇത് തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിനാല് ഭാഷാശാസ്ത്രത്തില് ഭാഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആശയപരവും അതുപോലെ തന്നെ ചിന്താപരവും ഒക്കെ ആയിട്ടുള്ള കൈമാറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്ന അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള മനുഷ്യഭാഷ ശബ്ദസഞ്ചയത്തെയാണ്. അതില് അടുത്ത നമുക്ക് പറയാനുള്ളത് ഭാഷാ നിർവചനങ്ങൾ. ഓരോരോ എന്താ പറയാ, ആളുകള് ഭാഷയെ നിർവചിച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് നോക്കാം. പാണിനി നിർവചിച്ചിട്ടുള്ളത് വ്യക്തിയായം വാചി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ അർത്ഥത്തോടു കൂടിയ ശബ്ദം എന്ന് പറഞ്ഞിട്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം സമൂഹം ഉപയോഗിക്കുന്ന സ്വേച്ഛപരമായിട്ടുള്ള ചിഹ്നങ്ങളുടെ വ്യവസ്ഥ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ബർണാഡ് ബ്ലോക്ക്, അതുപോലെ തന്നെ ജോർജ് എൽ ട്രയറും കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഭാഷ എന്നാൽ എന്താ? മനോവൃത്തികളെ വെളിപ്പെടുത്തുന്ന ഉപായമാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? AR രാജരാജവർമ്മ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എന്താണ്? ഭാഷയുടെ എല്ലാ ഈ ഉത്ഭവത്തെ കുറിച്ചും അതുപോലെ ഘടനയൊക്കെ കുറിച്ചിട്ട് അതിന്റെ വൈവിധ്യത്തെ കുറിച്ചുള്ള പഠനങ്ങൾ പല കാലത്തും നമ്മുടെ ഈ ലോകത്തില് പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഭാഷാ പഠനങ്ങളെ പൊതുവെ നമുക്ക് 3 ആയിട്ടാണ് തരംതിരിക്കാം. 1 വ്യാകരണ പഠനം, 2 ഭാഷാ വിജ്ഞാനീയം, 3 ഭാഷാശാസ്ത്രം എന്നിവയാണ്. ഇതില് ഭാഷയെ കുറിച്ചുള്ള പരമ്പരാഗത പഠനശാസ്ത്രമാണ് വ്യാകരണം എന്ന് പറയുന്നത്. അടുത്തത് ഭാഷയുടെ വ്യവഹാരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയുടെ ശരിയും തെറ്റുകളൊക്കെ വേർതിരിച്ച് വ്യാകരണപരമായിട്ടുള്ള ശരി ഏത് തെറ്റേതെന്നൊക്കെ നിർദ്ദേശിക്കുകയാണ് ഇതിന്റെ ധർമ്മം, വ്യാകരണത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ലിഖിത ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബഹുകാലികമായിട്ടുള്ള ഒരു പഠനശാഖയാണ് ഭാഷാ വിജ്ഞാനീയം എന്ന് പറയുന്നത്. ചരിത്ര സന്ദർഭങ്ങളിലൂടെയുള്ള പഠനമാണ് ഇതിലൂടെ നിർവഹിക്കുന്നത്. അടുത്ത പറയുന്നത് ഭാഷാശാസ്ത്രം. ഭാഷയുടെ ശാസ്ത്രീയ പഠനമാണ് ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലാണ് ഭാഷാപാന പദ്ധതി എന്ന നിലയിൽ ഭാഷാശാസ്ത്രം വളരുന്നത്, വികസിക്കുന്നത്. 1936 ബ്ലൂംഫീൽഡ് എന്ന അമേരിക്കൻ പ്രൊഫസറിന്റെ ലാംഗ്വേജ് എന്ന പുസ്തകത്തിന്റെ
പ്രസിദ്ധീകരണത്തോടെയാണ് ഈ ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം ആരംഭിക്കുന്നത്. ഇങ്ങനെ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ ഭാഷ എങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന വിധം രൂപപ്പെട്ടിരിക്കുന്നു എന്നും അതിന്റെ നാൾവഴികൾ എങ്ങനെയൊക്കെ എന്നൊക്കെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്താണ് നമുക്ക് വ്യവഹരിക്കാനും വിശദീകരിക്കാനുമാണ് ഭാഷാശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത്. ഓരോ ഭാഷ എന്താണ് ഭാഷയുടെ സാമാന്യ സ്വഭാവത്തെ സംബന്ധിച്ച ചില സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു എന്നതിനാൽ അതിൽ ഒന്നോ അതിലധികമോ ഭാഷയെ എന്താണ് ഈ ഭാഷാ ശാസ്ത്രജ്ഞർ ഇതിനായിട്ട് ഉപയോഗിച്ചേക്കാമെന്ന് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അടുത്ത പറയുന്നത് ബഹുകാലിക ഭാഷാ സമീപനമാണ്. ഏതൊരു പഠനവും അതിന്റെ ശരിയായ ദിശയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ പഠന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അപഗ്രഥന രീതികൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഭാഷാ പഠനത്തിനും അതുപോലെ തന്നെ അതിന്റെ ശാസ്ത്രീയത ചോർന്നു പോകാതെ കൃത്യമായ ഒരു വ്യവസ്ഥയോടുകൂടി പഠിക്കുവാനുമായിട്ട് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രത്തെയാണ് നമ്മൾ ഭാഷാ അപഗ്രഥന രീതികൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. ഇവ എന്താണ് ഏകകാലികം എന്നും അതുപോലെ ബഹുകാലികം എന്നും പറഞ്ഞിട്ട് രണ്ടു തരം ഉണ്ട്. ഒരു നിശ്ചിത ഘട്ടത്തിലെ ഭാഷയുടെ സ്വഭാവത്തെ വിവരിക്കുന്നതിന് ഏകകാലിക ഭാഷാശാസ്ത്രം എന്നാണ് നമ്മൾ പറയാം. ഒരു പ്രത്യേക കാലയളവിൽ ഭാഷയ്ക്ക് വരുന്ന മാറ്റങ്ങളെ വിവരിക്കുന്നതിനെയാണ് നമ്മൾ ബഹുകാലിക ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 10ാം നൂറ്റാണ്ടിലെ ഭാഷ മാത്രമാണ് പഠിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ അത് ഏകകാലികമാണ്. 10ാം നൂറ്റാണ്ടിലെയും അതുപോലെ തന്നെ 21ാം നൂറ്റാണ്ടിലെയും ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ബഹുകാലികമാണ്. ഇങ്ങനെ ബഹുകാലിക പഠനം ഹിസ്റ്ററിക്കലായിട്ട് അതായത് ചരിത്രാത്മകമാണ് എന്ന് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ ഫ്രാൻസ് ബോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻഡോ യൂറോപ്യൻ താരതമ്യ വ്യാകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് നമ്മൾ കരുതപ്പെടുന്നത് ആരെയാണ്? ഈ ഫ്രാൻസ് ബോപ്പിനെയാണ്. ഈ സംസ്കൃത ഭാഷാശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഭാഷാ ശാസ്ത്രത്തിലും ഏറെക്കുറെ സ്വന്തമായിട്ട് ജ്ഞാനം നേടിയെടുത്ത ഒരു പണ്ഡിതനായിരുന്നു ആര്? ഈ പറയുന്ന ഫ്രാൻസ് ബോപ്പ് എന്ന് പറയുന്നത്. 1816 ബോപ്പ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാഷാശാസ്ത്ര ഗ്രന്ഥം ചെയ്യുന്നുണ്ട്, പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഭാഷയുടെ മൗലിക ധർമ്മത്തെയും അതിന്റെ പ്രവർത്തനത്തെയും ഒക്കെ തുറന്നു കാട്ടുക എന്നൊരു എന്താ പറയാ ആശയമായിരുന്നു ആ ഒരു കൃതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1818 ബോപ്പ് എന്ത് ചെയ്യാണ് ലണ്ടനിൽ പോവുകയും അവിടെ വെച്ച് പല സംസ്കൃത പണ്ഡിതന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. 1820 ആയപ്പോൾ ഇദ്ദേഹം അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ 2 അധ്യായങ്ങളാണെന്ന് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അധ്യായത്തില് ക്രിയാപദങ്ങളെ പറ്റിയും രണ്ടാമത്തേതില് ക്രിയാധാതുക്കളെ പറ്റിയിട്ടുമായിരുന്നു വിശദമാക്കിയിട്ടുണ്ടായിരുന്നത്. 1821 ബോപ്പ് ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിയമിതനാവുകയും അവിടെ എന്താണ് അയാളെ മരണകാലം വരെ അവിടെ ജോലി ചെയ്യുകയാണ് ചെയ്തത്. അവിടെ തന്നെ തുടരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1821 മുതൽ 1827 വരെയുള്ള കാലയളവിൽ എന്താണ് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഗവേഷണത്തിനും അതുപോലെ തന്നെ എഴുത്തിനൊക്കെ ആയിട്ട് എന്താണ് തൻ്റെതായിട്ടുള്ള അതായത് സ്വന്തമായിട്ടുള്ള ഒരു രീതി കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ് ബോപ്പ്. ഈ താരതമ്യ വ്യാകരണ പഠന ശാഖയിലും കയ്യൊപ്പ് ഇദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് റാസ്മസ് റാസ്കിനെ കുറിച്ചിട്ടാണ്. വ്യാകരണ ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചതിൽ മറ്റൊരാളും കൂടി ഉണ്ട്. അയാളാണ് ഈ പറയുന്ന ഒരു ഡാനിഷ് പണ്ഡിതനായിട്ടുള്ള റാസ്മസ് റാസ്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ് വിവിധ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോപ്പിന്റെ പോലെ തന്നെ പരിജ്ഞാനമൊക്കെ നേടി എന്താണ് വലിയൊരു പണ്ഡിതനായിരുന്നു എന്നിവിടെ പറയുന്നുണ്ട്. ഹീബ്രു, ഈജിപ്ഷ്യൻ അതുപോലെ ഇങ്ങനെയുള്ള കാലഗണങ്ങൾ ഉൾപ്പെട്ട പുരാതനവും അതുപോലെ ആധുനികവുമായിട്ടുള്ള നിരവധി ഭാഷകളില് വ്യാകരണ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1814 ഒരേ ഓർമ്മക്കുറിപ്പില് വ്യാകരണങ്ങളെയും അതുപോലെ പദങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കാണുവാനും ഒക്കെ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട്.
ഇതിന്റെ അടിസ്ഥാനത്തില് എന്താണ് ജർമാനിക് ഭാഷകളിലെ വാക്കുകളില് ഇതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളുടെയും ഒക്കെ ചലനം ഭാഗികമായി നിർവഹിക്കുകയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു വിഭാഗത്തില് ജേപ്പഗ്രീം എന്ത് ചെയ്തിട്ടുണ്ട്, പഠനം നടത്തുകയും ചില നിരീക്ഷണങ്ങള് ഇദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലുണ്ടായ ഒരു സിദ്ധാന്തമാണ് നമ്മുടെ ഗ്രീംസ് ലോ എന്ന് പറയുന്നത്. ഗ്രീമിന്റെ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് പറയുന്നത് ലെയ്പ്സിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ്. ലെയ്പ്സിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രത്തിന് വലിയൊരു പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണത്. 1887 ആണ് ഈ ഒരു പൊതുവായിട്ടുള്ള ഭാഷാശാസ്ത്ര പഠനം എന്ന് പറഞ്ഞ ഒരു ശാഖ അവിടെ അവതരിപ്പിക്കുന്നത്. 1918 ശേഷം പിന്നീട് എന്ത് ചെയ്യാണ്, യുണൈറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെടുകയും അതുപോലെ സ്ലാവോണിക് എന്ന് പറയുന്ന ബൾട്ടാണിക് പഠന ശാഖകൾ തുടങ്ങുകയും അവിടെ ചെയ്തിട്ടുണ്ട്. ധാരാളം ഭാഷാ ശാസ്ത്രജ്ഞന്മാർ ലെയ്പ്സിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും അതുപോലെ ഡോക്ടറേറ്റ് നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. 1989 ലെയ്പ്സിക് യൂണിവേഴ്സിറ്റിയിലെ നവീകരണ പ്രോഗ്രാം നടക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അനിത സ്റ്റിബ് ഭാഷാശാസ്ത്രത്തിന് പുതിയൊരു പഠനശാഖ കൊണ്ടുവരാനായിട്ട് സഹായിച്ചു. ഈ ഒരു സമയത്ത് പൊതുഭാഷാ ശാസ്ത്രത്തിന്റെ മജിസ്റ്റർ സ്റ്റഡി ഗ്യാങ് എന്ന പേരിൽ പുതിയൊരു പാഠ്യക്രമത്തിന് അന്ന് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് നവവൈയാകരണന്മാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ജർമ്മനിയിലെ ലെയ്പ്സിക് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ച ഒരു കൂട്ടം ഭാഷാ പണ്ഡിതന്മാരെയാണ് നമ്മള് നവവൈകരണ ഇങ്ങനെ പറയുന്നത്. സ്വനപരിണാമത്തെ കുറിച്ച് നവവ്യാകരണ സിദ്ധാന്തം അവതരിപ്പിച്ച അവർ ജൈവിക പ്രതിഭാസങ്ങളെ പോലെ ഭാഷയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു അസ്തിത്വമില്ല എന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഷാ പരിണാമങ്ങളും നിയമാനുസൃതമാണ്, കരുതാനാകില്ല എന്ന് അവർ പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ. ഇത്രയൊരു ഭാഗമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തില് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് വായിക്കുക. താങ്ക് യു.